ശ്രീ ചിറക്കര മധുസൂദനിലേക്കാണ്. മുൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ് അദ്ദേഹം. ശ്രീ മധുസൂദനൻ, ഇപ്പോൾ എക്സൈസ് നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ ലഹരി മരുന്ന് മാഫിയയെ പിടികൂടുന്നതിൽ മാത്രമല്ല വിമുക്തി എന്നൊരു പദ്ധതി കൂടി നടപ്പാക്കുന്നുണ്ടല്ലോ. സർക്കാരിൻ്റെ വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഈ പുതിയ കേസുകൾ ഒരുപാട് വരുന്ന ഘട്ടത്തിലാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്? നിയമിക്കാൻ അതിൽ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകേണ്ട എക്സൈസ് വകുപ്പിന് കീഴിൽ വിമുക്തിക്ക് ജില്ലകളിൽ കോർഡിനേറ്റർമാരില്ല എന്ന് പറയുന്നു. ഇതിലെ അംഗങ്ങൾക്ക് പോകാൻ, വാഹനത്തിന് പെട്രോൾ അടിക്കാൻ അംഗങ്ങൾ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട സാഹചര്യം പറയുന്നു. ഈ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ ശ്രീ മധുസൂദനൻ? ഗുഡ് ഈവനിങ്. ആദ്യമായി മകനെ നഷ്ടപ്പെട്ട ആ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. രണ്ടാമതായി, ഞാൻ എക്സൈസിൽ ഇൻസ്പെക്ടറായി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 15 വർഷം ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൻ്റെ അന്തരീക്ഷവും ഇപ്പോൾ ഉണ്ടാകുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും കുറച്ച് അറിവ് എനിക്കുണ്ട്. അപ്പോൾ സ്മൃതി ചോദിച്ച ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. വിമുക്തി എന്ന് പറയുന്നത് 2016 മുതൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ്. വിമുക്തി മിഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ജില്ലയിൽ അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകുന്നത്, 14 ജില്ലയിലും. അതിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. കോർഡിനേറ്ററെ നിയമിച്ചിട്ട് ഇപ്പോൾ 4 വർഷം കൊണ്ട് ഒരു കോർഡിനേറ്ററെ നിയമിച്ചിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്താണ് അവർ നിയമിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുള്ളത്. അതൊരു വലിയൊരു കാര്യമായിട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉടൻ തന്നെ അത് വെറും ഫയൽ നീങ്ങുന്നതിൻ്റെ പ്രശ്നം മാത്രമാണ്. ഉടൻ തന്നെ അവരെ തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ സാമ്പത്തിക എന്ന് പറയുമ്പം പൊതുവിൽ സ്റ്റേറ്റിൻ്റെ സാമ്പത്തികത്തിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ ഇതിനകത്തും വരുന്നുള്ളൂ. വളരെ കാര്യമായും വളരെ വ്യക്തമായി നടക്കുന്ന ഒരു പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്ന പ്രോജക്റ്റ്. അതിനെ സംബന്ധിച്ച് ഒരു 2 മിനിറ്റ് തരികയാണെങ്കിൽ ഞാൻ വിശദീകരിക്കാം. ഉറപ്പായിട്ടും. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സൈസ് നടത്തുന്ന 3 തല പ്രവർത്തനങ്ങളിൽ, 1 കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതും, 2 ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ലോകത്തിലേക്ക് കുട്ടികൾ വരാതിരിക്കുക എന്നുള്ളതും, 3 ആരെങ്കിലും ലഹരിയിൽ അടിമപ്പെട്ടുപോയാൽ അവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുക എന്ന് പറയും. ഇതാണ് 3 ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ 2 ഘട്ടങ്ങളും വിമുക്തിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതിൽ ഒന്നാമത് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ സ്കൂളുകളും എല്ലാ കോളേജുകളും മെഡിക്കൽ കോളേജുകളും എല്ലാ വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിമുക്തി ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഉണ്ടായിരിക്കും. അതിൽ 50 മുതൽ 100 വരെ കുട്ടികൾ അംഗങ്ങളാണ്. എല്ലാ മാസവും അവരുടെ മീറ്റിംഗ് ഉണ്ടാവും. അതിന് ചുമതലയുള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം കൃത്യമായും ആഴ്ചത്തോറും ആ സ്കൂളിൽ ബന്ധപ്പെടണം എന്നാണ്. അവർ നേരിട്ട് തന്നെ പോവുകയും അവിടുത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത് നമ്മുടെ ലോക്കൽ വിങ്ങിന് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ഏരിയ ആണെങ്കിൽ പരിഹരിക്കുകയും ചെയ്യുന്ന അവരുടെ ജോലിയാണ്. പക്ഷേ ശ്രീ മധുസൂദനൻ, എങ്ങനെയാണ് ഈ പ്രശ്നം കണ്ടുപിടിക്കുന്നത്? സ്കൂൾ അധികൃതർ തന്നെ അവരുടെ സ്കൂളിൽ ഇങ്ങനെ സംശയമുണ്ട് എന്ന് അറിയിക്കുമ്പോഴാണ് അത് കണ്ടെത്തുന്നത്. അല്ലാതെ വിമുക്തിക്ക് നേരിട്ട് സ്കൂളുകളിൽ ചെന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാകില്ലല്ലോ. അത് പ്രായോഗികവുമല്ല. അപ്പോൾ സ്കൂൾ അധികൃതർ എത്രത്തോളം ഇതിൽ സഹകരിക്കുന്നു? കാരണം അവരുടെ റെപ്യൂട്ടേഷൻ്റെ പ്രശ്നമാണ്. പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നു. ഇങ്ങനെ കേസുകൾ ഉണ്ടായപ്പോലും അത് പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കുന്നു. ഇതൊക്കെ ഒരു വിഷയമാണല്ലോ. ഈ രൂപത്തിലാണ് നടക്കുന്നത്. അത് വലിയ അക്രമങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് പുറത്തെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്ക് വരാത്ത കേസുകൾ ഇതിലും അധികമാണ് എന്ന് പറയുമ്പോൾ വിമുക്തിക്ക് അങ്ങനെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ടോ? ഭാഗികമായി സ്മൃതി പറഞ്ഞത് ശരിയാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതി ഉണ്ട് എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട് സ്കൂളുകളിൽ. പല സ്കൂളുകളിലും ഈ പരാതിപ്പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുട്ടികൾ രഹസ്യമായി പേരെഴുതാതെ ഇട്ടിട്ടുള്ള പരാതികൾ ഞങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, അവിടെ വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ സ്കൂളുകളിലുണ്ട്. അതിൽ രക്ഷിതാക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, മറ്റുള്ളവരുണ്ട്. ഇവരുമായിട്ടെല്ലാം ഈ പോകുന്ന ഉദ്യോഗസ്ഥൻ നിരന്തരം സമ്പർക്കത്തിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ നമ്പർ അവരുടെ കയ്യിൽ കാണും. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടാറുണ്ട്. സ്കൂളുകളിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്. അതെല്ലാം തന്നെ ലോക്കൽ ആയിട്ടുള്ള ഓഫീസുകളിൽ എത്തിച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് സ്പോർട്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു മാർഗം. എല്ലാ സ്കൂളുകളിലും ഒരു നിശ്ചിത തുക കൊടുത്ത് സ്പോർട്സ് സാധനങ്ങൾ ഇല്ലാത്തടത്ത് വാങ്ങിക്കാനും കോർട്ടുകൾ ഉണ്ടാക്കാനും മത്സരങ്ങൾ നടത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ വിമുക്തിയുടെ ഭാഗമായി ചെയ്യുന്നുണ്ട്. അതിന് പുറമെയാണ് ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇതെല്ലാം യുവതലമുറ മയക്കുമരുന്ന് എന്ന് പറയുന്ന ദോഷം എന്താണെന്ന് മനസ്സിലാക്കണം, അപകടം തിരിച്ചറിയണം, അതിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. അതിനുശേഷമുള്ള കാര്യമാണ്, ഏതെങ്കിലും ഒരു കുട്ടിയോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഒരു പ്രത്യേകതരം ലഹരിക്ക് അടിമപ്പെട്ടുപോയാൽ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുന്നതിന് 14 ജില്ലകളിലും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിനോട് ചേർന്ന് സൗജന്യ
ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 10 ജീവനക്കാരുണ്ട്. ഡോക്ടർ ഉൾപ്പെടെയുള്ള MBBS ഡോക്ടറും സൈക്കാട്രിസ്റ്റും ഉൾപ്പെടെ 10 ജീവനക്കാരുള്ള 14 സെൻ്ററുകൾക്ക് പുറമെ കോർപ്പറേഷനുകളിൽ 3 സെൻ്ററുകൾ അധികമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ചികിത്സ നടത്തുന്നു. ഇങ്ങനെ വളരെ വ്യക്തമായ രീതിയിൽ നടത്തപ്പെടുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനം വിമുക്തിക്കൊണ്ട് അത് വന്നതിന് ശേഷം വളരെ വിജയകരമായി ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. രക്ഷിതാക്കൾ ഞാൻ തന്നെ AEC ആയി പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ എത്രയെങ്കിലും പരാതികൾ എനിക്ക് വരികയും അത് പരിഹരിക്കാൻ എനിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത്രയധികം കേസുകൾ വല്ലാതെ കൂടുന്ന സാഹചര്യം ഉണ്ടായത്? വിമുക്തിക്ക് ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതൊരു വിപുലമായ സംവിധാനമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കേസുകൾ ഉണ്ടാകുന്നത്? കേസുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് മുംബൈയിൽ നമ്മുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒരു വലിയ കണ്ടെയ്നർ നിറച്ച് മയക്കുമരുന്ന് പിടിക്കുകയുണ്ടായി, പുതിയ തരം മയക്കുമരുന്ന്. ആ മയക്കുമരുന്ന് പിടിച്ച കൂട്ടത്തിൽ പ്രതികളായിട്ട് വന്നതിൽ 2 മലയാളികളുണ്ടായിരുന്നു. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവരെ വളരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ഈ കൊണ്ടുവരുന്ന മയക്കുമരുന്നുകൾ ഏകദേശം 500 കോടി രൂപ വിൽപ്പനയ്ക്കുള്ള മയക്കുമരുന്നാണ്. 80-90 കോടി രൂപയ്ക്കാണ് അവരിത് കൊണ്ടുവരുന്നത്. ഇത് നിമിഷങ്ങൾ കൊണ്ട്, ദിവസങ്ങൾക്കകം ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതിനുള്ള സംവിധാനം, നെറ്റ്വർക്ക്, വളരെ ശക്തമായ നെറ്റ്വർക്ക് അവർക്കുണ്ട്. ഇത് നമ്മുടെ സ്റ്റേറ്റിലേക്കും എത്തും, പല ജില്ലകളിലേക്ക് പോകും. ഇത് വളരെ പെട്ടെന്നും വളരെ ശക്തമായി നടക്കുന്ന ഒരു നെറ്റ്വർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടെന്നുള്ള കാര്യം സത്യസന്ധമായി പറഞ്ഞാൽ ശരിയാണ്. അതുമാത്രമല്ല, ഇത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും താഴെയുള്ള ആളുകൾ മുതൽ ഏറ്റവും മുകളിലുള്ള ആളുകൾ വരെ ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. നമ്മൾ വളരെ മാന്യന്മാരെന്ന് കരുതുന്ന പല ആളുകളും ഇതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് പണം മാത്രമാണ്. ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന ബിസിനസ് എന്ന അർത്ഥത്തിലാണ് ഇതിനകത്ത് ഏർപ്പെടുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ളവൻ്റെ മക്കളോ മറ്റുള്ള ചെറുപ്പക്കാരുടെ ഭാവിയോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കുമായിട്ടാണ് എക്സൈസും പോലീസും എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പിടിയിൽ നിന്നും മാറിപ്പോകുന്നതിന് അവർക്ക് പല മാർഗ്ഗങ്ങളുണ്ട്, ആധുനിക മാർഗ്ഗങ്ങളുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു 3 ദിവസത്തിന് മുമ്പ് 1 കോടിയുടെ കഞ്ചാവ് നമ്മൾ പിടികൂടിയ വാർത്ത കേട്ടിരുന്നു. ആ വാർത്തയിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? അത് ആരുടെയും കയ്യിൽ തൊടാതെ എയർ വഴിയാണ് ആ അഡ്രസ്സിയുടെ കയ്യിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കണം. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ട് ഈ കേസുകൾ കണ്ടുപിടിക്കുന്നത്. കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ വരുന്ന മെറ്റീരിയലിൻ്റെ അളവും നെറ്റ്വർക്കും കൂടുമ്പോൾ കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ 40-45 ലക്ഷം കുട്ടികളുള്ള കേരളത്തിൽ ഈ കുട്ടികളെ ഇതിലേക്ക് പോകാതെ സംരക്ഷിക്കുന്നതിലാണ് എക്സൈസും പോലീസും ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. ഒരു പരിധിവരെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.